അടിയിൽ. അണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? അടിയിൽ അല്ലെങ്കിൽ താഴെ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഓണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, വിപരീതമാണ്, ഓപ്പോസിറ്റ് ആണ് എന്ത്? അണ്ടർ എന്ന് പറയുന്നത്. ഓൺ എന്ന് വെച്ചാൽ മുകൾ. അപ്പൊ എന്തായിരിക്കും? താഴെ എന്നുള്ളത് അണ്ടർ. അടുത്തത് നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ. ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താ? മുന്നിൽ അല്ലേ? ഫ്രണ്ട്. അപ്പൊ നമ്മുടെ മറ്റേ ഫ്രണ്ട് അല്ല, ഇംഗ്ലീഷ് നമ്മള് FRIEND. ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താ? കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന അർത്ഥമാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത് മുന്നിൽ എന്ന അർത്ഥമാണ്. നോട്ട് ബിഹൈൻഡ് ദ സോഫ. സോഫയുടെ പുറകിലും ഇല്ല. ഫ്രണ്ടും ബിഹൈൻഡ്. ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താ? മുന്നിൽ. ബിഹൈൻഡ് എന്ന് വെച്ചാൽ പിന്നിൽ. സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം. couldn't find her anywhere outside. പുറത്തും അവളെ കണ്ടില്ല. ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത്. ലെറ്റ്സ് ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്. അപ്പൊ നമ്മുടെ ഇവിടെ പറയുന്നത്